പപ്പായ ഞാനുമായിട്ടുണ്ടല്ലോ എപ്പോഴും ഒരു ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞാൻ അവസാനമായിട്ട് പപ്പായെ കണ്ടപ്പോഴുണ്ടല്ലോ ഒരു ചെറിയ അടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഡോക്യുമെന്റ്സ് ഒന്നും ശരിയായിട്ട് വെക്കുന്നില്ല, അതായിരുന്നു പപ്പയുടെ റീസൺ അന്നത്തെ. എന്നാലും അന്ന് പോകാൻ ഇറങ്ങിയപ്പോണ്ടല്ലോ പപ്പ റൂമിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുക. അപ്പൊ പപ്പ ഒരു കനത്തില് എന്തൊക്കെയാണേലും എനിക്ക് ഇപ്പോഴും അപ്പോഴും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയായിരുന്നു. ഞാൻ എന്നാ ചെയ്താലും എന്നാ തീരുമാനം എടുത്താലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഹീൽ ബി ദയർ ടു സപ്പോർട്ട് മീ ഓൾവേസ്. എല്ലാവർക്കും കാണുമല്ലോ വെരി ഡിഫിക്കൽട്ട് ടൈംസ് ഇൻ ലൈഫ്. അപ്പോൾ ഒക്കെ എന്ത് ഞാൻ പറഞ്ഞാലും എന്നെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ദ ഓൺലി പേഴ്സൺ വാസ് ഹിം. വൺസ് ഹി ടോൾഡ് മീ നിനക്ക് കെട്ടണമെങ്കിൽ കെട്ടണ്ട, ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ആരും നിന്നെ നിർബന്ധിക്കാൻ വരത്തില്ല. നിനക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വല്ല നോക്കാം. ബേസിക്കലി ആ ഒരു കോൺഫിഡൻസ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും പേരൻസിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ഒരു 80% പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. പിന്നെ ഞാൻ ബാംഗ്ലൂർ ജോസഫ്സിൽ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ ഞാൻ ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പപ്പായെ വിളിച്ചിട്ട് പറയും എനിക്ക് വീട്ടിൽ വരണം. അപ്പം പപ്പ പറയും ഫ്രൈഡേയിൽ ഒരു കാര്യം ചെയ്യുക, ബസ് ബുക്ക് ചെയ്തിട്ട് പോരെ. ഇത് കേട്ടിട്ട് മമ്മി തമാശയ്ക്ക് പറയും നീ ബാംഗ്ലൂർ വന്നു പോയ കാശുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബസ് തന്നെ വാങ്ങിക്കായിരുന്നെന്ന്. നമുക്കൊക്കെ കാണുമല്ലോ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് ട്രേഡ് സീക്രറ്റ്സ്. പക്ഷെ ഇതൊക്കെ എന്റെ കാര്യത്തിൽ പപ്പായ്ക്ക് അറിയായിരുന്നു. എനിക്കറിയായിരുന്നു ഞാൻ എന്നാ പറഞ്ഞാലും പപ്പ എന്നെ ജഡ്ജ് ചെയ്തില്ല, പകരം എന്നെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് നൗ ഇറ്റ്സ് ബീൻ 3 years സിൻസ് ഹി ലെഫ്റ്റ് us. ഇതിൽ ഒരു ദിവസം പോലും ഇല്ല ഞാൻ പപ്പായെ പറ്റി ഓർക്കാതെ ഇരുന്നിട്ടുള്ളത്. പപ്പായ്ക്ക് ഒരു എപ്പിക് ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലാതെ ആകുമ്പോൾ നീ ഒക്കെ എന്റെ വില മനസ്സിലാക്കുമെന്ന്. അപ്പൊ ഞാൻ ഇത് തമാശയ്ക്ക് പറയും അങ്ങനെ ഒരിക്കലും ഇല്ല, കാരണം ഞാൻ പപ്പായെ പോലെ അല്ല. ബട്ട് നൗ ഐ റിയലൈസ് പപ്പായെ പോലെ തന്നെയാണ് ഞാൻ.